എല്ലാവർക്കും മന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹിന്ദി കോഴ്സ് ബിയുടെ ക്വസ്റ്റ്യൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ CBSEയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കോഡ് 085 ആണ്. ഹിന്ദി ബിയുടെ, ഹിന്ദി എ അല്ല, ഇത് ഹിന്ദി ബി ആണ്. നിങ്ങളെ ഞാൻ പഠിപ്പിച്ച പുസ്തകം ഹിന്ദി ബി ആണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതല്ല, അതിനകത്തില്ലാത്ത ഹിന്ദി എയുടെ സാമ്പിൾ പേപ്പർ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു തരാം, അത് പറഞ്ഞാൽ മതി. ഇതിനകത്തില്ലാത്ത ചാപ്റ്റർ ഏതെങ്കിലും നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ട് എങ്കിൽ. അപ്പം നമ്മളിന്ന് ആദ്യമേ പോകുന്നത്, അപ്പം ഞാൻ പറഞ്ഞു ഇത് 40 മാർക്സിൻ്റെയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു 2 അപ്പട്ടിത്ത് ഗദ്യാംശ് 2 എണ്ണം ഉണ്ട്. അതല്ലെങ്കിൽ മറ്റൊന്ന്, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ അഥവാ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ വേറെ പ്രശ്നം 2-നകത്ത് 2 ഗദ്യാംശം കിടപ്പുണ്ട്. അപ്പം അതിലെ അതല്ലെങ്കിൽ ഇത് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ആദ്യത്തേതിലേക്ക് പോകാം. അപ്പം പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മക്കളെ, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുകയാണ്. അപ്പം ക്ലാസ്സൊക്കെ മക്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ എന്തായാലും മറക്കരുത്. പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് മാമിൻ്റെ ചാനലിനെ എത്തിക്കാനും ശ്രമിക്കണം. നിങ്ങൾ സഹായിച്ചാലേ ചാനൽ സ്റ്റേബിളായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ സാമ്പിൾ പേപ്പറിലേക്ക് പോകാം. അപ്പം ആദ്യത്തേത്, अच्छा नागरिक बनने के लिए भारत के प्राचीन विचारकों ने कुछ नियमों का പ്രാവധാൻ കിയാ ഹെ എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് ആണിത്. അപ്പം നമുക്ക് ഇതൊരു മോഡലാണ് തന്നേക്കുന്നത്. അപ്പോൾ ആ മോഡൽ അങ്ങനെ തന്നെ വരണമെന്ന് ഇല്ല. ഇതൊരു ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളും ഗ്രാമറും എല്ലാം ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യാം. ഇത് ഞാൻ അതിൻ്റെ ആൻസറുകൾ മാത്രം നിങ്ങൾക്ക് ടിക്കിട്ട് തരാം. അപ്പോൾ നിങ്ങൾ പാരഗ്രാഫ് നന്നായിട്ട് റീഡ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ട് നിങ്ങൾ അത് കറക്റ്റ് ആൻസർ നിങ്ങൾ പറയുന്ന ആൻസർ തന്നെയാണ് ഇതെങ്കിൽ അങ്ങനെ ശരിയായി മുന്നോട്ട് പോകാൻ നോക്കൂ. അപ്പം ഞാനിതിൻ്റെ ആൻസറുകളെല്ലാം ടിക്കിട്ട് തരാം, പാരഗ്രാഫ് വായിക്കുന്നില്ല. അപ്പം ആദ്യത്തെ എൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഞാനിതിൻ്റെ ക്വസ്റ്റ്യനുകളും ഒരുപാട് വായിക്കുന്നില്ല. ഗദ്യാംശ് കെ സന്ദർഭമേ അച്ഛ നാഗരിക് ബന്നെ കെ ലിയെ എന്ന് പറയുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇഖായാണ്. ഇത്. അപ്പം മുന്നോട്ട് പോകാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് രണ്ടാമത് വാണി ഏവം ത്യവഹാർ കി മധുരത, അതിൻ്റെ ആൻസർ ലാസ്റ്റാണ്, ഇഖായാണ്. അപ്പം മൂന്നാമത്തതിലേക്ക് പോകാം. മൂന്നാമത്തതിലേക്ക് പോകുന്നത് അഹങ്കാരി ഓർ ദംഭി വ്യക്തി സദാ, അത് അതിൻ്റെ ആൻസർ ഈ ആദ്യം കിടക്കുന്ന ക എന്ന ആൻസറാണ്. നാലാമത്തത് സന്തുലിത് വ്യക്തി സേ ത്വാത്പര്യ ഹേ എന്നുള്ളതിൻ്റെ ആൻസർ ഈ ഗായാണ്. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും കറക്റ്റ് ഈ ആൻസർ തന്നെയാണോ കിട്ടുന്നതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അടുത്തത് ധാർമ്മിക സഹിഷ്ണുത കി, അതിൻ്റെ ആൻസർ ഈ ഘയാണ്. അപ്പോൾ ആദ്യത്തെ അപ്പട്ടിത് ഗദ്യാംശം നമ്മൾ കഴിഞ്ഞു. അഥവാ എന്നുള്ളതും ഞാൻ അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താം. ബഡാ ബന്നെ കെ ലിയെ ഹമേ വിശാൽ കം കർനെ കി ജറൂറത്ത് നഹി ഹോത്തി, അതിൻ്റെ ഞാൻ വായിച്ചു തരാം. അതിൻ്റെ ആദ്യത്തേതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിമ്നലിഖിത് മേ പ്രത്യേക കാം കെ വിശാലത കെ, അതിൻ്റെ ആദ്യത്തേൻ്റെ ആൻസർ ഇഖായാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് വായിച്ച് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ട ആൻസറുകളാണ്. അപ്പോൾ അത് ഞാൻ ആൻസർ തരാം, നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കണം. രണ്ടാമത്തേൻ്റെ ആൻസർ അസ്തിത്വ ശബ്ദ കാ അർത്ഥ ഹെ, അസ്തിത്വ ശബ്ദിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഒന്നാമത്തതാണ് അർത്ഥം. നമുക്ക് മൂന്നാമത്തതിലേക്ക് പോകാം. നവീനതാക്കി യാത്ര കർണേക്ക് ഹം, അതിൻ്റെ ആൻസർ ഇഖായാണ്. ഹമാരെ ശാരീരിക് എന്നുള്ളത് ഈ ആൻസറാണ്. അപ്പോൾ നിങ്ങൾ വായിച്ച് അതിനെ കറക്റ്റായിട്ട് പഠിക്കണം. ലീഗ് സേ ഹട്ട്കർ സോച്ച് കെ എന്നുള്ളതിൻ്റെ നാലാമത്തതിൻ്റെ ആൻസർ ഇത് ഗായാണ്. വായിച്ച് വരുമ്പോഴത്തേനും ഒരുപാട് സമയമാവും, അതുകൊണ്ടാണ് ഞാൻ പട്ടിത് ഗദ്യാംശം വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. അഞ്ചാമത്തേതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ശാരീരിക ഇഖായാണ്.
അപ്പോൾ നമ്മൾ അപ്പഠിത് ഗദ്യാംശിൻ്റെ ആദ്യത്തെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി പ്രശ്നം 2 വരുമ്പം പ്രശ്നം 2 യദി ആപ് देखो जानवरों में गधा सबसे ബുദ്ധിഹീൻ സമझा जाता है എന്നുള്ള ആ പാരഗ്രാഫിൻ്റെ ആൻസറിലേക്ക് പോകാം. ആദ്യത്തേത് ലേഖക യഹി നിശ്ചയ നഹി കർ പതാക്കി എന്നുള്ളതിൻ്റെ ആൻസർ, ഒന്നാമത്തതിൻ്റെ ആൻസർ ദഹി ഗായാണ്. രണ്ടാമത്തത് ഗദോ കെ ഋഷി മുനിയോ കെ കോൻ കോൻസെ എന്നുള്ളതിൻ്റെ രണ്ടാമത്തതിൻ്റെ ആൻസർ ദ ഇഖായാണ്, സമാനത കാ ഭാവ്. മൂന്നാമത്തത് ആശി സ്പഷ്ട് കീജിയെ എന്നുള്ള മൂന്നാമത്തെ പ്രശ്നം 2 മൂന്നാമത്തത് ദഹി കായാണ്. നാലാമത്തത് ഗദ്യാംശ് മേ പ്രസ്തുത ശബ്ദവും ഛായ നിശ്ചയ അനായാസ് എന്നൊക്കെ കൊടുത്തേക്കുന്നതിൻ്റെ അതിൻ്റെ ആൻസർ, നാലാമത്തതിൻ്റെ ആൻസർ ദ ഈ ഗായാണ്. ഇനി അഞ്ചാമത്തത് സീതാപ്പൻ സംസാർ കെലിയെ ഉപയുക്ത് നഹി ഹെ എന്നുള്ളതിൻ്റെ അഞ്ചാമത്തേൻ്റെ ആൻസർ ദാ ഇവിടെ കാ കിടപ്പുണ്ട്. ഉൻക ഗദേ കെ പ്രതി ഗഹരാ ലവാഗ് ഹെ എന്നുള്ളത്, അതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അഥവാ എന്നുള്ളതിൻ്റെ ഒന്നുകൂടെ കിടപ്പുണ്ട്, അതിലേക്ക് പോകാം. നീച്ചെ ദിയേ ഗയെ ഗദ്യാംശിക്കെ ആ ഒരു എണ്ണത്തിലേക്കും പോവാം. അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സാഹിത്യക്ക് ശ്രേഷ്ഠത എന്നുള്ളതിൻ്റെ ആദ്യത്തെ ആൻസർ ഇഖായാണ്. നമുക്ക് രണ്ടാമത്തതിനകത്തേക്ക് പോകാം. രണ്ടാമത്തേത് നവീൻ ജീവൻ എന്നുള്ളതിൻ്റെ ആൻസർ ഗായാണ്. അടുത്തത് മൂന്നാമത്തത് കോയി സാഹിത്യ അപ്പനെ രചന കാൽസെ സൗ വർഷ ബീത്ത് എന്നുള്ളതിൻ്റെ മൂന്നാമത്തതും നമുക്കിവിടെ ഗാ തന്നെയാണ്. നാലാമത്തതിലേക്ക് പോകാം. നാലാമത്തെ സാഹിത്യകാർ നിഷ്പക്ഷ് ഹോത്ത ഹെ ഓറുസ് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഇവിടുത്തെ ആൻസർ ഗായാണ്. അഞ്ചാമത്തെ ഗദ്യാംശ് മേ പ്രയുക്ത് മാനവ ജീവൻ സമസ്ത് എന്നുള്ളതിൻ്റെ ആൻസർ ഇഖായാണ്. അപ്പം അത് നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ട് ഇഖായിലേക്ക് പോവുകയാണ്. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം 3 അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. ആദ്യത്തേത് തത്താരാക്കി തൽവാർ ഏക്ക് വിലക്ഷൺ രഹസ്യത്തി ഈസ് വാക്യോം സെ സംഖ്യ പദ്ബന്ധ് ചാഠി എന്ന് വെച്ചാൽ ഈ ഒരു പറഞ്ഞേക്കുന്ന സെൻറ്റൻസിനകത്തെ സംഖ്യ പദ്ബന്ധ് എന്നുള്ള ഇതിൻ്റെ എന്താണ് ഗ്രാമർ പോർഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഗ്രാമർ പോർഷനും പെൻഡിങ് ഉണ്ട്, അത് ഞാൻ ഇട്ട് തരാം വേഗം. ഇതിനകത്തെ സംഖ്യ പദ്ബന്ധ് ഏതാണെന്നാണ് ചോദ്യം. തൽവാർ ഏക്ക് തത്താരാക്കി തൽവാർ രഹസ്യത്തി വിലക്ഷൺ രഹസ്യ, ഇതിലേതാണ്? തത്താരാക്കി തൽവാറാണ് ഇതിനകത്തെ സംഖ്യ പദ്ബന്ധ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. കബൂത്തർ പരേശാനി മേം ഇധർ ഉധർ ഭടക്ടാ രഹേത്തെ എന്നുള്ളതിൻ്റെ രേഖാങ്കിത് പദ്ബന്ധ് കാ പ്രകാർ ഹെ, ഏത് പ്രകാറിലുള്ള രേഖാങ്കിത് പദ്ബന്ധാണ് ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സർവനാമ ക്രിയ വിശേഷൻ പദ്ബന്ധ് വിശേഷൻ പദ്ബന്ധ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം ഇത് ക്രിയ വിശേഷൻ പദ്ബന്ധാണ്. ക്രിയയെ വിശേഷിപ്പിച്ചേക്കാണ് ഇധർ ഉധർ എന്നുള്ളതിനെ, ക്രിയയെ കബൂത്തർ ഇധർ ഉധർ എന്നുള്ളതിനെ അത് ക്രിയയെ വിശേഷിപ്പിച്ചേക്കുന്ന പദ്ബന്ധാണ്. അതുകൊണ്ട് ക്രിയ വിശേഷൻ പദ്ബന്ധാണ് അത്. ഇനി നമുക്ക് മൂന്നാമത്തിലേക്ക് പോവാം. ബഡ്തി ഹുയി ആവാദിയോനെ समंदर के पीछे सरकाना शुरू कर दिया है രേഖാങ്കിത് പദ്ബന്ധ് കാ പ്രകാർ ഹെ, ഇതിൻ്റെ കർ ദിയ ഹെ. അപ്പം നമുക്ക് ഇവിടെ തന്നെ പറയാം ഇത് കർ എന്ന് പറയുന്നത് ക്രിയയാണ്, ഇത് ക്രിയയാണ്. അപ്പം നമുക്ക് ഇവിടെ തന്നെ അറിയാം ഇതെന്താ ക്രിയ പദ്ബന്ധാണിത്. അപ്പം ക്രിയയെ പറയുമ്പം അതെന്താണ് ക്രിയ പദ്ബന്ധം എന്ന് നമ്മൾ പറയും. ഇനി നാലാമത്തതിലേക്ക് പോവുകയാണെങ്കിൽ തത്താര ദിൻ ഭർനെ അദക് പരിശ്രമ കെ ബാദ് സമുദ്ര കിനാരെ ടഹൽനെ നികൽ പടാ രേഖാങ്കിത് പദ്ബന്ധ് കാ ഭേദ് ഹെ. പരിശ്രമക്കെ ബാദ് എന്നുള്ള പരിശ്രമത്തിൻ്റെ മുന്നല്ല, പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ല,
പരിശ്രമക്കെ ബാദ് എന്ന് പറയുമ്പം ഏത് പദബന്ധ് ആണ് അവിടെ? ക്രിയാവിശേഷൻ പദബന്ധാണോ, വിശേഷൻ പദബന്ധാണോ, ക്രിയാപദബന്ധാണോ, ഏതാണത്? ഇവിടെ അത് ക്രിയ വിശേഷൻ പദബന്ധ് തന്നെയാണ്. ഇത് ക്രിയയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എന്താണ്? പരിശ്രമിൻ്റെ ബാദ് എന്ന് പറഞ്ഞപ്പോൾ അത് ക്രിയയെ വിശേഷിപ്പിച്ച പദബന്ധാണ്. തത്താര ഏക്ക് नेक और मददगार व्यक्ति था वाक्य के रेखांकित पदबंध का भेद है. നേക്ക് ഓർ മദദ്ഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദബന്ധ് ഏതാണത്? വിശേഷനാണോ, സംഖ്യയാണോ, ക്രിയയാണോ, ക്രിയാവിശേഷനാണോ? ഒരു ഡൗട്ടും വേണ്ട. നേക്ക് മദദ്ഗർ എന്നുള്ളത് വിശേഷൻ പദബന്ധ് തന്നെയാണ് അതിനകത്തുള്ളത്. ഇനി അടുത്തത് പ്രശ്നം 4ലേക്ക് നമുക്ക് പോകാം. ബഡേ ഭായ് സാബ് ने भी सभी उम्र में पढ़ना शुरू किया था. जब मैंने शुरू किया था रचना की ഹഷ് സേ വാക്ക് ഹെ. ഈ വാക്കിൻ്റെ ഇതെന്താണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? ഏത് ടൈപ്പ് വാക്കാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? അപ്പം നമുക്കറിയാം വാക്യക്ക് അനുസാർ ഏത് വാക്യമാണ് ഇതെന്ന് പറയാൻ ഞാനത് ഇട്ടിട്ടില്ല, ഞാനത് ഇട്ട് തരാം. ഗ്രാമർ പോർഷൻ: സരൽ വാക്യ, സംയുക്ത വാക്ക്, മിശ്രിത് വാക്യ, വിധാൻ വാചക വാക്യ. ഇതെന്ന് വെച്ചാൽ ഇത് മിശ്രിത് വാക്യമാണ് കേട്ടോ. ഇത് മിശ്രിത് വാക്കിനകത്ത് വരുന്നതാണ് ഇങ്ങനെയുള്ള വാക്കുകൾ. ഇനി ബമീരോ കുച്ച് सचेत हुई और घर की तरफ दौड़ी. इस संयुक्त वाक्य के പരിവർത്തിത് करने पर सरल वाक्य हो गए. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സംയുക്ത വാക്കാണ് ഈ തന്നേക്കുന്നത്, ഇതിനെ സരൾ വാക്കായിട്ട് നമുക്ക് മാറ്റണം. എന്താണ് ഈ സരൾ വാക്യം എന്ന് പറയുന്നത്? ആ സരൾ വാക്കിനെ നമുക്ക് സരൾ വാക്യാക്കി മാറ്റുമ്പം എന്തു വരും? ബാമീരോ കുച്ച് ജൈസെ ഹി ബാമീരോ ഇതല്ല. ബാമീരോ കുച്ച് സചേത് ഹുയി ഓർ വഹ് ഘർ കി തറഫ് ദൗടി അല്ല. ബാമീരോ കുച്ച് സചേത് ഹോനെ പർ ഘർ കി തറഫ് ദൗടി ആണ്. അതാണ് ശരിയായ ആൻസർ. അതിൻ്റെ ആൻസർ ഗായാണ്. അതിൻ്റെ ശരിയായ ആൻസർ ബാമീരോ കുച്ച് സചേത് ഹുയി ഓർ ഘർ കി തറഫ് ദൗടി എന്നുള്ളതിന് ബാമീരോ കുച്ച് സചേത് ഹോനെ പർ ഘർ കി തറഫ് ദൗടി എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. നിമ്നലിഖിത വാക്യവുമേ മിശ്ര വാക്യ ഹെ. ഇതിനകത്ത് ഈ മിശ്ര വാക്കിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇതിനകത്ത് ഏതാണ് മിശ്ര വാക്യ? മേരെ ഓർ ഭായി സബ്കെ അതല്ല. ആഖിർ ആദ്മി കെ കുച്ച് തോ അപ്പനി പൊസിഷൻ കെ ഖയാൽ रखना चाहिए അല്ല. जब से माताजी ने प्रबंध अपने हाथ में ले लिया है तब से घर में लक्ष्मी आ गई है. ഇതാണ് എന്ത്? മിശ്രവാക്കിൻ്റെ എക്സാമ്പിൾ ഗ. ഇതും ഗായാണ്. അടുത്തത് നമ്മൾ 4ലേക്ക് പോകാം. 4ലേക്ക് सूर्य निकाला और प्रकाश हो गया. रूपांतरित करने पर वाक्य का सरल रूप होगा. അപ്പോൾ ഇതിൻ്റെ सरल रूप എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ജൈസെ ഹി സൂര്യ നികല വൈസെ ഹി പ്രകാശ് ഹോ ഗയി. ശരിയാണ്, പക്ഷേ അത് ഒരു സരൾ വാക്യമല്ല. സൂര്യ നികൽത്തെ ഹി പ്രകാശ് ഹോ ഗയ, അതാണ് ശരിക്കുള്ള സരൾ വാക്യം. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഏക് ജമാന താക്കി ലോഗ് 8വാം ദർജ പാസ് കർക്കെ നയബ് तहसीलदार हो जाता है. रचना की हष्टी से वाक्य है. അപ്പോൾ നമുക്കതിൻ്റെ ഏത് വാക്യമാണ് ഇതെന്ന് പറയണം. നമുക്ക് ഏത് വാക്യമാണ്? സരളല്ല, സംയുക്ത വാക്യ അല്ല, മിശ്രവാക്യ, സാമാന്യവാക്യ. അപ്പം ഇതിൻ്റെ മിശ്രവാക്യമാണിത്. ഇത് മിശ്രവാക്യമാണ് ഗ. അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോകാം. നിമ്നലിഖിത് 6 ഭാഗോं से किन्हीं 4 प्रश्नों की सही. 6 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തെ 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാകും. അപ്പം എല്ലാം ഞാൻ പറഞ്ഞു തന്നേക്കാം. ഗുരുദക്ഷിണ ശബ്ദ കെ സഹി സമാൻ വിഗ്രഹ കാ ചയൻ കീജിയെ. സമാസ്, ഇതിൻ്റെ സമാസാണ് നമുക്ക് പറയേണ്ടത്. ഗുരുദക്ഷിണയുടെ സമാസ് എന്താണ്? ഗുരു സേ ദക്ഷിണ തത്പുരുഷാണോ? ഗുരുദക്ഷിണ എന്നുള്ളത് തത്പുരുഷ അല്ല ഒരിക്കലും. തത്പുരുഷ സമാസ് ഗുരു കാ ദക്ഷിണയല്ല.
ഗുരു കി ദക്ഷിണ തത്പുരുഷ സമാസ് അല്ല, ഗുരു കെ ലിയെ ദക്ഷിണ തത്പുരുഷ സമാസ്. അപ്പം ഓപ്ഷൻ ഇഖായാണ് ഇവിടുത്തെ ശരിയായ ഓപ്ഷൻ. അടുത്തത് യഥാസമയ ശബ്ദ് കിസ് സമാസ് കാ ഉദാഹരണം. യഥാസമയം എന്നുള്ളത് ഏത് സമാസിൻ്റെ ഉദാഹരണമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അത് കർമ്മധാരൈ സമാസ്, ബഹുബ്രീഹി, അദ്യയി ഭാവ്, തത്പുരുഷ സമാസ്. അത് ശരിക്കും ഏതാണ്? ഇവിടെ നമ്മുടെ ഓപ്ഷൻ അത്യയി ഭാവാണ്. യഥാസമയം എന്നുള്ളത് അത്യയി ഭാവ് സമാസാണ്. അടുത്തത് अष्टाध्यायी शब्द के लिए सही समास विग्रह का ചയൻ കീജിയെ. അപ്പം ഈ ശബ്ദിൻ്റെ സമാസ വിഗ്രഹ് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പം 3യുടെ 8 अध्यायों का समाहार द्विगु समास, 8 से जो अध्याय बहुब्रीहि समास. അപ്പോൾ ഒന്നും നോക്കാനില്ല, ആദ്യത്തെ തന്നെയാണ് ശരി, താഴോട്ട് പോകണ്ട. 8 अध्यायों का समाहार ദ്വിഗു സമാസാണ് അത്. ഇനി അടുത്തത് 4ലേക്ക് പോകാം. ആശാ കെ ലാഖർ ഗയാ ഹുവാ കാ സമസ്ത് പദ് ഹേ. അതിൻ്റെ ആശാ കെ ലാഖർ ലയാ ഹുവ എന്നുള്ളതിൻ്റെ സമസ്ത് പദ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആശാലാങ്ക്, ആശാതീത്, സംശയം വേണ്ട, ആശാതീത് തന്നെയാണ് അതിൻ്റെ ശരിയായ ശബ്ദം. അടുത്തത് സജ്ജൻ സമസ്ത് പദ് കാ വിഗ്രഹ് ഹോഗ. സജ്ജൻ എന്നുള്ള സമസ്ത് പദത്തിനെ വിഗ്രഹിച്ചാൽ എങ്ങനെയാണ് അതിനെ നമുക്ക് എഴുതാൻ പറ്റുന്നതെന്നാണ്. സദ് ഹേ ജോജൻ, സദ് ഹേ ജോജൻ, അച്ചാ ഹേ ജോ പുരുഷ്. അങ്ങോട്ട് പോകണ്ട, ദാ ഈ 5ാമത്തത് ഇഖാ തന്നെയാണ്. സത് ഹേ ജോ ജൻ എന്നാണ് സദ് ജൻ എന്നുള്ള വാക്കിൻ്റെ വിഗ്രഹ്. അടുത്തത് ബഖായാദ ശബ്ദ് കെ ലിയെ സഹി സമാസ് വിഗ്രഹ് കാ. സമാസ് വിഗ്രഹമാണ് ഇവിടെ എഴുതേണ്ടത്. ബഖായദ എന്നുള്ള വാക്കിൻ്റെ ഏതാണ്? അപ്പം ഖായദേ കെ അനുസാർ അവ്യയി ഭാവ് സമാസ്, അതാണ് അതിൻ്റെ ശരിയായ ആൻസർ. ഖാ തന്നെയാണ് ശരിയായ ആൻസർ. ഇനി നമുക്ക് പ്രശ്നം 6ലേക്ക് പോകാം. പ്രശ്നം 6ൻ്റെ നമ്മൾ എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അതിനകത്തെ 4 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. 5 എണ്ണവും ഞാൻ ഇതിനകത്ത് ടിക്കറ്റ് തരാം. അപ്പോൾ അത് നിങ്ങൾ പരീക്ഷയ്ക്ക് 4 എണ്ണമേ ഉള്ളൂ. ആന്തേ കെ ഹാത്ത് ബട്ടേർ ലഗാന കാ അർത്ത് ഹെ. ആന്തേ കെ ഹാത്ത് ബട്ടേർ ലഗാന കാ അർത്ത് ഹെ. എന്താണ് അതിൻ്റെ അർത്ഥം? അച്ഛാ ഭാഗ്യ അച്ചി വസ്തു പ്രാപ്ത് ഹോനെ, ഭാഗ്യവശ അച്ചി വസ്തു പ്രാപ്ത് എന്ന് വെച്ചാൽ ഭാഗ്യം കൊണ്ട് നല്ല കാര്യങ്ങൾ പ്രാപ്തമാകുന്നതിനാണ് ആന്തേ കെ ഹാത്ത് ബട്ടേർ ലഗന എന്നുള്ള മുഹാവര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സച്ചേ ശൂർവീർ ദേശ് കി രക്ഷാ മേ പ്രാണോങ്കി, റിക്ത് സ്ഥാൻ കി പൂർത്തി ഉചിത് മുഹാവര. ഇതിൻ്റെ വാക്കി ഏതാണ്? സച്ചേ ശൂർവീർ ദേശ് കി രക്ഷാമേ പ്രാണോങ്കി എന്നുള്ളതിന് ഉത്തമമായൊരു മുഹാവരയാണ് നിങ്ങളിവിടെ ചേർക്കേണ്ടത്. 1ാമത്തത് ഏതാണ്? ബാജി ലഗാ ദേത്തെ ഹേ, ജാൻ ലഗാ ദേത്തെ ഹേ, താക്കത്ത് ലഗാ ദേത്തെ ഹേ, സുരക്ഷ ലഗാ ദേത്തെ ഹേ. അപ്പം നിങ്ങൾ തന്നെ ഇത് പഠിച്ചിട്ടുണ്ടാവും. സച്ചേ സുർവീർ ദേശ്. അപ്പം ഏതാണ് സച്ചേ സുർ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടൊക്കെ പറയൂ. അപ്പം ആദ്യത്തെ തന്നെ ഖായാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഗഗർ മേം സാഗർ ഭർണ മുഹാവരെ കാ സഹി അർത്ത് ഹെ. എന്താണ് ഗഗർ മേം സാഗർ ഭർണ എന്നുള്ള മുഹാവരയുടെ സഹി അർത്ത്? കുച്ച് ന കർണ അല്ല, തോടെ മേ ബഹുത്ത് കുച്ച് കഹ്ദേന, അതാണ് അതിൻ്റെ മുഹാവരയുടെ ശരിയായിട്ടുള്ള അർത്ഥം. 3ാമത്തത് ഖായാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി കഭി നൗക്കറി ഢൂണ്ഡ്നെ നിഗലെ തോ റിസ്ത് സ്ഥാൻ മേ പൂർത്തി ഉചിത് മുഹാവര. ഈ വാക്യത്തിന് വാക്യായിട്ട് നിങ്ങളൊരു ബാലൻസ് ആയിട്ട് ഒരു മുഹാവരെ ചേർത്ത് പറയണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ജമീൻ പർ പാവിന രഖ്ന, അത് എന്തായാലും അല്ല. ആഠേ ദാൽ കാ ഭാവ് മാലൂം ഹോഗ, റൈറ്റ്, അതാണ് അതിൻ്റെ മുഹാവരയുടെ കറക്റ്റ് അതിനകത്ത്. ഇനി വിദ്യാലയക്ക്
वार्षिकोत्सव में इतने अधिक काम थे कि उन्हें निपटते ഡാഷ് ഉപയുക്ത മുഹാവരെ से रिक्त स्थान भरे. ഏതാണ്? दिन दुनिया से गया, शब्द चाट डाला, धांत पसीना आ गया, ढेर डाल दिया. അപ്പം ധാന്ത് പസീന ആകെയാണെന്ന് വെച്ചാൽ അത്ര കണ്ട് കഷ്ടപ്പെട്ടു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഏതാണ്? പ്രശ്നം 7ലേക്ക് പോകാം. प्रश्न 7 आद्यते क्वेश्चनिലേക്ക് പോകാം. निम्नलिखित काव्यांश पर आधारित प्रश्नों के उत्तर उचित विकल्प छाट कर दीजिए. അപ്പം നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് ഗിർധരി ലാല മഹോനെ അങ്ങനൊരു പാട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മീര കൃഷ്ണ സെ ക്യാ പ്രാർത്ഥന കർ രഹി. മീര കൃഷ്ണനോട് എന്ത് പ്രാർത്ഥനയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? ഉൻകി പീഡ ദൂർ കർണേക്ക് സേവിക കെ രൂപമേ സ്വീകാർ കർണേക്ക്. അതാണ് ശരിയായ ആൻസർ. ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. കൃഷ്ണ കി സേവിക ബൻകർ മീര ക്യാ കർണ ചാഹത്തി ഹെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ്? ബാഗ് സജാന, ദർശൻ കർണ, ഗീത് ഗാന. അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം. താഴോട്ട് പോകേണ്ട ആവശ്യമില്ല, നമ്മളത് പഠിച്ചതാണ്. മീര വൃന്ദാവൻ കി ഗലിയോ മേ. മീര വൃന്ദാവൻ്റെ ഗലിയിൽ എന്താണ്? കൃഷ്ണ സെ മിൽന ചാഹത്ത ഹെ, കൃഷ്ണ കാ ഗുൺഗൺ കർണ ചാഹത്തി ഹെ. ഉറപ്പായിട്ടും അതുതന്നെയാണ്, കൃഷ്ണ കാ ഗുൺഗൺ കർണ ചാഹത്തി ഹെ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇനി നാലാമത്തതിലേക്ക് പോകാം. കൃഷ്ണയ്ക്ക് ഭാവ് ഭക്തി കെ ഡൂബന കിസ്കെ സമാസ് ഹേ. അതിൻ്റെ സമാസാണ് നമ്മളിവിടെ പറയേണ്ടത്. ഏതാ? സുഗു ഓർ വൈഭവ്, മാൻ സമ്മാൻ, ധൻ ദൗലത്ത് കെ ധൻ ഓർ സമ്മാൻ കെ സമാൻ. അപ്പോൾ ഏതാണ്? ധൻ ദൗലത്ത് കെ സമാൻ. ഇതാണ് ആ വാക്കിൻ്റെ സമാൻ അർത്ഥം. അടുത്തത് നമ്മൾ 8ലേക്ക് പോവുകയാണ്. 8ലേക്ക് പോകാം. 8ലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ ഗ്വാളിയർ മേ ഹമാര ഏക് മക്കാൻഡ, അത് ഹം ഏക് ദൂസരോക്കോ ദുഃഖ് സേ ആ ചാപ്റ്ററിലാണ്. മറ്റുള്ളവരുടെ ദുഃഖം നമുക്ക് വിലയില്ല എന്നുള്ള ഒരു ഹിന്ദി ലാസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ? ഗീത ബൻസാലിയുടെ ആ ചാപ്റ്ററിൽ നിന്നാണ്. ലേഖക് കി മാം കിസ് ബാത്ത് സേ ദുഃഖി തി. ഏത് ബാത്തിലാണ്? घर से कबूतरों ने घोंसला बना लिया था, അല്ല കബൂത്തർ കെ ദോനോ അണ്ടേ ടൂട്ട് ഗയേ थे. അതാണ് അതിൻ്റെ ശരിയായ ആൻസർ. ഇനി രണ്ടാമത്തതിലേക്ക് നമുക്ക് പോകാം. ലേഖക് കി മാം ഖുദാ സെ കിസ് ഗുനാഹ് കെ മാഫ് കർണ ചാഹത്തി തി. ഏതാണ്? പഹല അണ്ട തോടനെ കാ ഗുനാഹ്, ബില്ലി കെ മാർനെ കാ ഗുനാഹ്, ദൂസര അണ്ട ടൂട്ട് ജാനെ കാ ഗുനാഹ്. ഉറപ്പായിട്ടും ഇതാണ്, ഗായാണ് അതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തതിലേക്ക് നമുക്ക് പോകാം. പ്രസ്തുത ഗദ്യാംശ് കെ പതാ ചൽത്താ ഹെ കി ലേഖക് കി മാം അത്യധിക് എന്താണ്? സംവേദൻശീൽ തി, സ്വാർത്ഥി, കംജോർ, ഡർപോക്. ഇതിലേതാണ് ലേഖകിൻ്റെ അമ്മ? ഒരു സംശയവും വേണ്ട, അവർ നല്ല സംവേദനശീലായിട്ടുള്ള അമ്മയായിരുന്നു. അടുത്തത് ഗദ്യാംശ് കെ പ്രസ്തുത നിമ്നലിഖിത ശബ്ദവും മേ സെ കോൺ സാ ശബ്ദ് പ്രത്യയ് കെ മേൽ സെ നഹി ബന. പ്രത്യയ ഇല്ലാതെ ഉണ്ടാക്കിയേക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. അടുത്തത് ഗുനാഹ്, പരേശാനി, റോഷൻ ധാൻ, ദിൻഭർ. അപ്പം ഇത് നോക്കിയേ. അപ്പം കോൺസാ ശബ്ദം പ്രത്യയ ഇല്ലാത്ത ശബ്ദം ഏതാണ്? ഇത് പരേശാനി എന്നുള്ളതുണ്ട്, റോഷൻ ദാനുണ്ട്. ഇതൊക്കെ പ്രത്യയങ്ങളാണ്. അടുത്തത് നമ്മൾ താഴോട്ട് നോക്കുകയാണ്. ദിൻ ഭറിനകത്ത് ഭറുണ്ട്. ഇതൊക്കെ പ്രത്യയങ്ങളാണ്. അപ്പം പ്രത്യയം ഇല്ലാതെ വന്നിട്ടുള്ളത് ഇത് കാ മാത്രമേ ഉള്ളൂ. അപ്പം ഗുനാഹ് തന്നെയാണ് പ്രത്യയം ഇല്ലാതെ. നഹീബന എന്നാണ് ഇവിടെ നഹീബന എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് അതാണ് അതിനകത്ത് പ്രത്യയം ഇല്ലാത്തത്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പാടാകും. അപ്പം അതിൻ്റെ ആൻസർ ഏതാണ്? ഗുനാഹ് എന്നുള്ള വാക്കാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ നമ്പർ
4ൻ്റെ ഓപ്ഷൻ നമ്പർ കായാണ് ശരിയായ ആൻസർ. അപ്പോൾ നമുക്കിനി അടുത്തേക്ക് പോകാം. മാം കി ആങ്കോ മേ ആസു ആ ഗയത്തെ ക്യൂങ്കി. അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് എന്തിനാ വന്നതെന്നാണ് ചോദ്യം. അപ്പോൾ എന്തിനാണ്? കബൂത്തർ കാ അണ്ട ബില്ലിനെ തോടാ ദിയാ താ, കബൂത്തർ കാ അണ്ട ലേഖക് കി മാ സെ ടൂട്ട് ഗയാ താ, ലേഖക് കി പത്നി കെ കബൂത്തർ കാ അണ്ട തോട് ദിയാ. അടുത്തത് കബൂത്തർ കി ആങ്കോ മേ ദുഃഖ് ദേഖുക വ്യക്തിത് ഹോ ഗയി തി. അപ്പോൾ ഒരു സംശയം വേണ്ട, ഇഖായാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് പ്രശ്നം 9ലേക്ക് പോകാം. ഇത് തത്താരോ ബാമീറോ കഥയിലെ ഒരു ചെറിയ ഭാഗമാണ് എടുത്ത് തന്നേക്കുന്നത്. അതിനകത്തെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഗാവ് കെ ലോഗ് തത്താരേക്ക് വിരോധ് മേ ആവാജോ ക്യൂ ഉഡ് രഹേ തെ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ്. വേ തത്താരേക്ക് അപമാനിത് കർണ ചാഹത്തെ തെ, വേ ഗാവ് കി നിഷേധ് പരമ്പര കെ പക്ഷ് മേ തെ. അപ്പം അതാണ് ഗാവ് കി രീതി കെ വിരോധ് മേ തെ അല്ല, ഇതൊന്നും ആയിരുന്നില്ല. ഇതായിരുന്നു കാരണം. ഗാവ് കി നിഷേധ് പരമ്പര കെ പക്ഷ് മേ തെ. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. തത്താരെ ने अपने क्रोध का शमन करने के लिए क्या किया? बामीरों की माम के बुरा भला सुनाया अल्ला, सब गाँव वाले के विरोध में आवाज़ उठाई अल्ला, अपनी तलवार ने उपस्थित लोगों पर वार किया अल्ला, अपनी तलवार के धरती में ഘട് ദിയ. ഇതാണ് ഇഖായാണ് അതിൻ്റെ ശരിയായ ആൻസർ. ബാമീരോ കി മാം കെ ഗുസ്സെ കാ കാരൺ ക്യാ താ. എന്താണ് അമ്മയുടെ ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ഗാവ് വാലോ കാ വിരോധ് അല്ല, പശു പർവ് കാ ആയോജന അല്ല, ബാമീരോ കാ റോന. അതാണ് അതിൻ്റെ. ബാമീരോ കരഞ്ഞതാണ് ദേഷ്യപ്പെടാൻ കാരണം. ലോഗ് സഹം ഉഠേ ഏക് സന്നാട്ട സാ ഖീഞ്ച് ഗയ, ലോഗോं का സഹം ജാന ദർശദ ഹേ കി വേ. എന്താണ് ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ? വിലക്ഷൺ दैवी तलवार को देखने वाला गए थे, किसी भावी दुष्परिणाम की आशंका से ഗ്രസ്തിത് തെ. അതാണ് അതിൻ്റെ യഥാർത്ഥ ആൻസർ. ഓപ്ഷൻ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടിട്ട് തരാം. ഇഖായാണ് അതിൻ്റെ ശരിയായ ആൻസർ. താഴോട്ടും വായിച്ചു നോക്കാം. ജാനത്തെ തെ കി ദ്വീപ് ദോ ഭാഗോ മേ ബാണ്ട് ഗയ അല്ല, തത്താര ബാമീരോ കെ വിവാഹ കെ ലിയെ അതുമല്ല. അപ്പം ഏതാണ്? കിസി ഭാവി പരിണാം കി ആശങ്ക സെ ഗ്രസിത് थे. അടുത്തത് 5ാമത്തെ. പ്രസ്തുത് ഗദ്യാംശ് മേ കിസ് ഘടന കാ വർണ്ണൻ ഹെ. എന്തിനെ പറ്റിയാണ് ഈ ഗദ്യാംശത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നതെന്നാണ് ചോദ്യം. ബാമീരോ की त्यागमयी मृत्यु का निकोबार द्वीप के 2 भागों में बांटने का, ततारा बामीरों की प्रथम मुलाकात का, ततारा के ആത്മീയ സ്വഭാവ കാ. ഇതൊന്നുമല്ല, ഇഖായാണ് ഇതിനകത്തെ. നമ്മൾ ആൻഡമാൻ നിക്കോബാർ 2ആയി കീറിയതിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പം ഹിന്ദി ഞാൻ ഗദ്യാംശം ഒരുപാട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് വേഗം കഴിഞ്ഞത്. അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം ഉപകാരപ്പെടുകയാണെങ്കിൽ കുറേ കൂടെ എക്സ്പ്ലനേഷൻ ഹിന്ദിയുടെ ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളെന്നെ അറിയിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സ്റ്റഡി മെറ്റീരിയലുമായിട്ട് നമുക്ക് കാണാം. ബൈ മക്കളെ.